ഇപ്പൊ പണിക്കാണ് പോയപ്പോ എവിടൊക്കെ പോണം ഞാൻ അറിയാം എവിടേക്ക് പോണെന്നുള്ളത്. അപ്പൊ ഇതാണ് കിട്ടുമ്പോ കുടിച്ചോളി, തോന്നുമ്പോ കിട്ടൂലാണ് ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഈ പായസാണ്. അൽഹംദുലില്ലാ. അപ്പൊ എന്താ അറിയോ, ഇപ്പൊ പോണേണ്ട ക്രസർക്ക് എന്താണ് എംസാൻഡ് കുത്തി കയറ്റാനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോണെന്ന് വെച്ചാൽ അറിയോ? അതല്ല, ഇമ്മ എന്താ പോണേ, ഇമ്മ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ പൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞാണേ എന്ത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആയിട്ടില്ല, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആയിട്ടില്ല പഞ്ഞോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വരുന്നുണ്ട് അവിടെ എസ് ഇല്ലല്ലോ. അപ്പൊ മക്കളെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അങ്ങനെ അപ്പൊ എന്താ പറയാ, സ്വാതന്ത്ര്യം കിട്ടാത്ത ആരെങ്കിലും ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത് ആരായിരിക്കും മുന്നോ സ്വാതന്ത്ര്യം കിട്ടാത്തത്? പറ, ആർക്കാണ് ഇപ്പോഴും സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഇല്ല, ആരൊന്നും പ്രശ്നമില്ല. നേരത്തെ പറഞ്ഞോ, എല്ലാവർക്കും ഉണ്ട്. പറ, ആർക്കാ കിട്ടാത്തത്? എല്ലാവർക്കും ഉണ്ടല്ലോ പൊന്നോ. എല്ലാരും കിട്ടീനാ? പൊന്നൂനല്ലേ അനക്കല്ലേ പൊന്നോ സ്വാതന്ത്ര്യം കിട്ടാത്തത്? ആർക്കാ കിട്ടാത്തത്? ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റൂല. അതെ, ഇനി വേറെ ആർക്കുള്ള സ്വാതന്ത്ര്യം കിട്ടാത്തത്? സ്വാതന്ത്ര്യം ഇല്ലാത്ത ഇപ്പാക്ക് എന്താ സ്വാതന്ത്ര്യം ഇല്ലാത്ത പറയും. ഇപ്പാക്ക് എവിടെയും പോവാ, ഇഷ്ടമുള്ള നേരത്തെ വണ്ടി എടുത്ത് വീട്ടുക്കും പോവാ. ഇമ്മാക്ക് പറ്റുവാ? പറ്റും. ഇപ്പാട് ചോദിക്കാതെ എവിടേക്കും പോകാൻ പറ്റൂല്ലോ. ഇല്ല, നിങ്ങള് ചോദിച്ചാതല്ല ബസ് പോണേ. ഞാൻ ചോദിച്ചാൽ ഇപ്പാൻ അനുഭവത്തോടല്ല ഞാൻ ബസ്സിന് പോണത്. ഇപ്പാക്ക് ഇപ്പൊ പണിക്കാണ് പോയപ്പോ എവിടൊക്കെ പോണം ഞാൻ അറിയാം എവിടേക്ക് പോണെന്നുള്ളത്. അപ്പൊ സ്വാതന്ത്ര്യം ആയിരിക്കാം. അല്ല, നിങ്ങൾക്കല്ല സ്വാതന്ത്ര്യം. അല്ല, നിങ്ങൾക്കാണ് സ്വാതന്ത്ര്യം, ഇപ്പാക്കല്ല. എന്താ അറിയോ, ഇപ്പൊ പോണേണ്ട ക്രസർക്ക് എന്താണ് എംസാൻഡ് കുത്തി കയറ്റാനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോണെന്ന് വെച്ചാൽ അറിയോ? അതല്ല, ഇമ്മ എന്താ പോണേ, ഇമ്മ ഡ്രൈവിങ്ങിന് കാറിൽ ഇങ്ങനെ ഓടിച്ചോണ്ടു. അപ്പൊ ആർക്കാ സ്വാതന്ത്ര്യം? ഇപ്പൊ ജോലി ചെയ്യില്ലേ? അപ്പൊ സ്വാതന്ത്ര്യം കിട്ടാത്ത എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അതെ, സ്വാതന്ത്ര്യം കിട്ടിയവർക്കും കിട്ടാത്തവർക്കും. അപ്പൊ അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് ഇല്ലാത്ത ഉണ്ടാവും, അത് വേറെ വകുപ്പാണ് അല്ലേ? അങ്ങനെ അല്ല, അത് പിന്നെ അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യദിനായിട്ട് കൂടുതലൊന്നുമില്ല, ചെറിയ രീതിയിൽ ആൾക്ക് വയ്യാതെയും ഒരു എന്താ പറയാ ചെറുതായിട്ടൊരു ഫുഡ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വ്യത്യാസം ഒരു അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മധുരം. അതെ, പിന്നെ മാത്രല്ല വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആൾക്ക് സുഖമില്ല, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് തിങ്കളാഴ്ച ഉണ്ട് പോവാം. അപ്പോ എനിക്ക് തോന്നുന്ന ആ കണ്ണേർ പെട്ടിക്കണെന്നുള്ളതാണ്. എനിക്ക് എന്തൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ട്, സുഖമില്ല. എന്താ വെച്ചാൽ നീരർക്കാവും. ഈ വെയിലുണ്ടാകാൻ ഇങ്ങനെ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു വെയിലുള്ളാതെ ഔത്തിരിക്കണോൽക്കേ വെയിലുണ്ടാകാൻ പോകുമ്പോ ഉള്ള ഒരു അസ്വസ്ഥത. വെയിലുണ്ടാണ് നടക്കുന്നു. നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് വരാനാണ് പോകാനൊക്കെ അത്യാവശ്യം വഴിയുണ്ട്, നല്ല വെയിലാണ്. കോയിനെ കൂട്ടിലിട്ടേക്ക് ഇങ്ങനെ കൂട്ടിലിരിക്കല്ലേ, പുറത്തേക്ക് ഇറങ്ങൂലല്ലോ, വെയിലും കൊള്ളൂല മഴയും കൊള്ളൂല. അപ്പൊ ആൾക്കാര് കുറെ ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതാണ്. എന്നിട്ട് ആളിപ്പോ ഇന്ന് പോയിട്ടില്ല, അന്ന് നമ്മ ഒന്നിച്ച് പോകാൻ തന്നെ നമുക്ക് പോവാക്ക് വെജ പോവാൻ. എന്താ വെച്ചാൽ ടോട്ടൽ എന്താന്നറിയില്ല, എന്തൊക്കെ ഒരു മൂഡ് ഞാൻ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ചോറ് കഴിഞ്ഞിട്ട് പോണം. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോണേ. ഐറ്റംസുകൾ അപ്പൊ ഇതെന്താ, ഇത് ഉണ്ടാക്കുന്ന ആൾക്കാര് ഉണ്ടാവും. അപ്പൊ നമ്മളിതിന് ഇവിടെ എന്താ പറച്ചില്, ഇതിന് മലയാളത്തിൽ എന്താ പറയാ? പാലക്ക് ചീര. പാലക്കാണ് ഇംഗ്ലീഷാണ്, ചീരാന്ന് മലയാളമാണ്. ഈ പാലക്കിന് പാലക്ക്. അപ്പൊ ഡാൽ പാലക്കാണ് ഇന്നത്തെ കറി. അതായത് പരിപ്പും പാലക്കും. നല്ല ടേസ്റ്റ് ആട്ട സാധനം, നമുക്ക് വേറെ കൂട്ടാനില്ല തിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഈ പരിപ്പ് നമ്മൾ കുറച്ച് ടൈറ്റിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് പാലക്ക് ഇട്ട് കഴിഞ്ഞാല്
മുരിങ്ങ ഇടുമ്പോലല്ല അതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഞാൻ ഗൾഫിലൊക്കെ പോയി നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അന്ന് കൂട്ടിട്ട് പറയും. അപ്പൊ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. അവിടുന്ന് വന്നുകാണ്ട് പറഞ്ഞെന്താണ് ആ റെസിപ്പി. ഇത് ശരിക്കും പറഞ്ഞാൽ കൂട്ടി കുഴച്ചാ തേങ്ങാപ്പാൽ ഒഴിച്ചു അതിക്ക് ഇല്ല ഒഴിച്ചിട്ടില്ല. അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം. ബിസ്മില്ലാ. സംഗതി ഉഷാറായിക്കണേ. തേങ്ങാപ്പാലിന്റെ ഒരു കുറവുണ്ട്. പറഞ്ഞു വിചാരിച്ചിരിക്കണേ മറന്നാണ് മറന്നല്ലെങ്കിൽ വെജ്ജ തേങ്ങാപ്പാലില്ല നമ്മൾ ഉണ്ടാക്കലില്ല. അങ്ങനെ തേങ്ങ അരക്കാനും പൊളിച്ചരാണ് അതിലും ഞാൻ ഉണ്ട് അല്ല മുന്നോ. അപ്പൊ അടിപൊളി ആമൂർ ഫിഷ്, ആമൂർ പൊരിച്ചത്, പിന്നെ പൊളപ്പൻ എന്ന് പറഞ്ഞ പൊളപ്പൻ. ഞങ്ങളിത് ആദ്യം ഒന്ന് കുടിച്ചാണ്. എന്താ അറിയില്ല, ചോറിഞ്ഞ് കുറവായിട്ട് തന്ന എന്താണ് അത് ഞാൻ വെച്ചരാ. ഫസ്റ്റ് ഇത് കുടിച്ചാൽ ചോറുന്നാൻ കഴിയൂല. ചൂടുണ്ടാവും. അപ്പൊ നമ്മളെ പിങ്ക് പായസം, ഇത് അടപ്പായസമാണല്ലേ? അടപ്പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ സേമിയ ഉണ്ട് ഇതിൽ കുറച്ച്. ലാസ്റ്റ് ഞാൻ അവിടെ കുറച്ച് വറുത്ത ഇരുന്നപ്പോ അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോ അതും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കല. അടുത്തൊന്നും വെക്കൂലല്ലോ. അപ്പൊ ഈ സേമിയ ലേശം ചെറുതായിട്ട് ആയിക്കൂടെ മണ്ടിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ അടയാണ്. അപ്പൊ അടപ്പായസം ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ പറഞ്ഞുതരും. അതുപോലെ ദാൽപ്പാലക്ക് കറി താനെ ചോറാണ് താനെ ഭക്ഷണം. ഞാൻ എനിക്ക് കൂടുതൽ മണപ്പിന് വെച്ചാണ്. പൊന്നൂര് പാലക്കാണോ? പിന്നെന്തോ കൂട്ട് അതുണ്ടായിക്കോട്ടെ. എവിടെ നിക്കണ ഞാൻ ഇരിക്കണക്ക് വിശക്കുണ്ട് ചോറ്. അപ്പൊ എന്താ ഞങ്ങൾ കഴിക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ എന്നാ പായസം, ചീര ഇതുണ്ടെങ്കിൽ പൊന്നു ചോറുന്നിടത്ത് വരെ അല്ലേ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ പതാക അല്ലേ. പിന്നെ ഒരു ആ പോക്കറ്റ് വെച്ച് കാണിച്ചു കൊടുത്താൽ മതി. തേങ്ങന്റെ ഒരു കുഴപ്പമില്ല ഇതില്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. ഇതിൽ സാധാരണ ചെയ്യല് തേങ്ങാപ്പാല് കുറച്ച് ലാസ്റ്റ് വയ്ക്കും. അങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും അവ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഡാൽപാലക്ക് പരിപ്പും പാലക്കും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടേ സംഗതി പൊളിക്കും. മീനിന്റെ ആവശ്യമില്ല. മീനുമ്പം നല്ല വേറെ എടുക്കും പോകില്ല. ഉപ്പേരുമ്പം പോകില്ല. രണ്ട് സൈഡിലുണ്ടാകും. ഒന്ന് കാണിച്ചു നോക്കട്ടെ. അങ്ങനെ തന്നെ വെക്കലേ. അപ്പൊ പൊന്നോ ഇതുണ്ടെങ്കിൽ ഈ കാണുന്നുണ്ടാ ബാഡ്ജ്, ഇന്ത്യന്റെ ബാഡ്ജ്. ഇന്ത്യന്റെ 2 ബാഡ്ജ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് അല്ലേ? അപ്പൊ ഇന്ത്യക്കാരനായതിൽ ഒരുപാട് അപമാനിക്കുന്നു. സോറി, എന്താ പറഞ്ഞേ? അപ്പൊ ഇന്ത്യക്കാരനായതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. അവിടെ കട്ട് ചെയ്താലിട്ടാ. ഇന്ത്യക്കാരനായതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. അപ്പൊ അവന്റെ കയ്യിൽ കൊടിയുണ്ട്. എല്ലാം പതാക കയ്യിൽ വെച്ചിട്ടാണ് അവന് ഇരിക്കുന്നത്. അപ്പൊ ഈ കറി ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. കുറെ വർഷം, ഒരു 2 കൊല്ലം മുന്നേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കറി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ്. എന്താ ടേസ്റ്റ് അറിയാം? ഇതുണ്ടെങ്കിൽ എന്താ ഇവിടെ വന്നിട്ട് കൂട്ടിപ്പോയ ആൾക്കാര് ഇങ്ങനെ ഇങ്ങോട്ട് കുടിച്ച് നിങ്ങളെ തല മാത്രം കാണുന്നത്. ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചു പോയ ആൾക്കാര് എന്നോട് ചോദിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കലേന്ന്. അത്രക്കും ടേസ്റ്റാ. ശരിക്കും മീനിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂട്ടാം എന്തല്ലേ മീൻ. ആമൂറ് പൊരിച്ചതും പരിപ്പ് കറി. പരിപ്പ് അധികമില്ല, കൂടുതൽ പാലക്കച്ചീരാണ്. ഞാൻ അങ്ങാടിയില് ഇവിടെ 1-2 സാധനം പറഞ്ഞ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോയതായിരുന്നു. അപ്പൊ പോയപ്പോ ഇയാളിങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. പാലക്ക് കണ്ടതും വാങ്ങി. എപ്പോഴൊന്നും നമ്മളവിടെ എപ്പോഴൊന്നും കിട്ടൂല. അങ്ങാടിയില് എപ്പോഴൊന്നും ഉണ്ടാവില്ല. ഉള്ളപ്പോ ഞാൻ വിടൂല, കണ്ടപ്പോ വാങ്ങും. നല്ല ടേസ്റ്റാ. ഞങ്ങൾ കൊടുന്ന അങ്ങനത്തെ ഉണ്ടാക്കല്, വേറെ രീതിയിലൊന്നും ഉണ്ടാക്കലില്ല അല്ലേ? അതെ. അപ്പൊ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ കുട്ടിമാന് അവന് കോളേജിലേക്ക് പോയിക്കണേ. പൊന്നില്ല, മുത്തു പുറത്ത്, 2 പുറത്ത്. ഞങ്ങളിങ്ങനെ ഓണപരിപാടിന്റെ പ്ലാനും അതിന്റെ വിളംബരം അങ്ങനെ ബിൽഡിംഗ് ഒന്ന് ചാടാണ്ടായിരുന്നില്ലേ?
അങ്ങനല്ല എന്തൊരു കഷ്ടാണിത്. പിന്നെ എങ്ങനെ ഒരു ഓണപരിപാടിന്റെ ഒരു വിളംബരം ഉണ്ട്, എത്രാം തീയതിയാണ് പരിപാടി എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് തയ്യാറാക്കലാണ് പണി വിളിക്കുക. ഓണത്തിന് പണിയിട്ടുള്ള ഈ കോളേജുകളിൽ ഉണ്ടാവുക. അത് വേറെ രീതിയില് നമ്മളിങ്ങനെ കോളേജിന്റെ മേലിന്ന് ഒരു ഫ്ലക്സ് അടിച്ചു കാരണം അതിന്റെ മേലിന്ന് ഇങ്ങനെ താന്ന് വരുമ്പോഴേ ഇന്ന ദിവസം ഓണത്തിന്റെ ഫോട്ടോ കിടച്ച അതെ. അത് ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇവരെ കൂടി ഓണത്തിന് വിളംബരം ചെയ്ത ബിൽഡിങ്ങിന്റെ മേലിൽ ചാടും എന്നാണ്. എന്താണ് ശരി, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ എന്തൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താ നബിദിനത്തിനെ പറ്റിയിട്ടുള്ള നബിദിനത്തിനോ അവിടെ ഉണ്ടോ കോളേജില്? അല്ല, അത് ഇവിടെ ഇപ്പൊ പുറത്ത് പോകുന്ന ഇവിടെയാണ്, എവിടെ പുറത്തോടെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചുരുക്കി പറഞ്ഞാല്. അപ്പൊ പായസം ഒരു കുടി കഴിഞ്ഞാണ് കേട്ടാ. ബാവ ഈ സാധനമൊക്കെ ആയിട്ട് വന്നപ്പോ പിന്നെ ഞാൻ പായസം ആദ്യം ഉണ്ടാക്കിന്ന്. പിന്നെ ചോറായിട്ടുണ്ട് നീ എളുപ്പമുള്ള പായസം സമാധാനത്തിന്. എന്നാ പിന്നെ കുറച്ചേരം സമാധാനം ഉണ്ടാവേ. അഥവാ വിശക്കുണ്ട് പായസം കുടിച്ചു കഴിഞ്ഞാൽ വളമ്പല്ലേ നമ്മളെ വളമ്പല്ലേ. ഇന്നിപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. സുഖണ്ട്, ചോറ് ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ മീൻകറി വെക്കണ്ടാവുള്ളൂ. മോള് വളമ്പല്ലേ എന്നറിയും. അപ്പൊ ഞാൻ പറയും ആ വളമ്പിക്കൊള്ളിന്ന് അറിയും. അവിടെ ചോറാണ് വെച്ചിട്ട് കറി ആവണല്ലോ. മോള് വളമ്പല്ലേ. എന്നിപ്പോ ഒരു ചോദ്യം ചോദിച്ചിട്ട് 1.5 ഗ്ലാസ് പായസമാണ് കൊടുത്തു. നല്ല സമാധാനം ഉണ്ടായിരുന്നു. കേട്ടില്ല, ഇതാണ് അവസ്ഥ. എനിക്കുന്ന ഒരു പൊടിയും കിട്ടിയില്ല. ഞാൻ സ്നേഹം കൊണ്ട് പാവം പണിയൊക്കെ കഴിഞ്ഞ് അടങ്ങറായി വരില്ലേ തന്നാവുന്നതാണ്. പക്ഷെ അവിടെ അടങ്ങാൻ മടിക്കുന്നില്ലേ. മറ്റേ ചോറമ്മാനെ വേണ്ടി സ്വരം തരൂലേ. അതിന് മുന്നേ 2 ഓട്ടടി ഞാൻ കുടിച്ച് പോയിട്ടുള്ളൂ. ഇന്നത്തെ 2 ചപ്പാത്തി. ഇന്നലത്തെ 2 ചപ്പാത്തി. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ, ബാക്കി കാര്യങ്ങളായിട്ട് ഇപ്പൊ വരാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. മീൻ കാലി, കാലി, തട്ടാഞ്ചോറ് പോലും ഭാഗം തിന്നയിച്ച്. ഞാനല്ല, മാളും എന്നും ഇടാത്താണ് രണ്ടാമത് വീണ്ടും ഇട്ടിക്കണേ. അപ്പൊ പായസം കുടിച്ചേ. പൊന്നു ഇമ്മ എനിക്ക് മതി എറണാകുളത്ത് മതി എന്ന് പറയാതെ നിന്നേ. പ്ലേറ്റ് ഒക്കെ നല്ല തുടച്ച് നിന്നേ. എന്തൊക്കെയാ ടേസ്റ്റ് ഉള്ളത്? മീനും കറി ടേസ്റ്റ് ഉണ്ടാ? ആ ചീരൊക്കെ മാറ്റിച്ചിട്ടാ വെള്ളം മാത്രം. അങ്ങനെയാണ്. വെജിറ്റേറിയൻ ഇഷ്ടല്ല, അതിന്റെ സൂപ്പ് ഇഷ്ടമാണ്. അപ്പൊ പായസം എന്ന് വെച്ചാല് പണ്ടൊരു പായസ കച്ചവടം കണ്ടാണ് ഗൾഫിലൊക്കെ അല്ലേ. ഇതാണ് കിട്ടുമ്പോ കുടിച്ചോളി, തോന്നുമ്പോ കിട്ടൂലാണ് ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഈ പായസാണ്. അൽഹംദുലില്ലാ. അപ്പോ അടുത്ത ആഗസ്റ്റ് 15 അടുത്ത വർഷം വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും കൊണ്ടാടാനും എനിക്കും ഇതേപോലെ പായസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നല്ല രസമുണ്ടെന്ന് കേൾക്കാനും എല്ലാം രസമല്ലേ. അങ്ങനെ സാധനം ഉണ്ടാക്കിയ രസമുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് അത് രസം ഉണ്ടാവും. അതെ, നിങ്ങൾക്കും നമ്മൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം. നമുക്ക് നമ്മളൊരു സാധനം പായസം ആയിക്കോട്ടെ കറി ആയിക്കോട്ടെ എന്ത് മുതലുണ്ടാക്കിയില്ല അത് രസമുണ്ട് എന്ന് കേൾക്കുമ്പോൾ, സത്യമായിട്ട് രസമുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രിയതമൻ അത്ര വേണ്ട, പ്രിയപ്പെട്ടവർ. അപ്പൊ ഒരു രസം ഉണ്ടെന്ന് പറയുമ്പോ നമ്മക്കൊരു സന്തോഷല്ലേ, വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നൂലേ. ഇത് എത്ര കുടിച്ചാലും മതിയാവൂല, അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് ശരിക്കും നമുക്ക് അപ്പോ അതിന് മധുരം ഒന്നും ഓവർ ഇട്ടിട്ടില്ല. മധുരം നല്ല പാകമുള്ളൂ. ഓവർ മധുരം കുടിച്ചിട്ട് മടുക്കാനുള്ളൊന്നുമില്ല. അതെ, ലൈറ്റ് മധുരം. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. മധുരം ഇടണോൽക്ക് ഇടും ചെയ്യട്ടാ. കുട്ടിമോൾക്ക് വേണേ മധുരം ഇട്ടോട്ടെ. ഞാൻ ലൈറ്റ് മധുരം ഇട്ടു. അതിലില്ല കുട്ടിമോൾക്ക്. ഇവിടെ ഇല്ലാണ് പൊന്നുതവിടെ ഇഞ്ഞും വേണമെന്നല്ലേ. ചില്ലറ പൈസ ഉണ്ടാവും. ചില്ലറ പൈസ അതിനാ. അപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് വയറ് ഫുള്ളായി. അപ്പൊ പറഞ്ഞ മാതിരി ഡാൽപാലക്ക് പരിപ്പും പാലക്കും കൂടെ കറി ഉണ്ടാക്കാത്തന്നെ ഒന്ന് ഉണ്ടാക്കി ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയും അടിപൊളിയാ. പക്കയാണ്, പായി കിടക്കൂല. ഇന്നലെ കൂടെ ഉണ്ടായില്ല എന്ന് പറയും അജാദീന്. അപ്പോ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ കേട്ടോ. അതൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. അതിന് ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട വീഡിയോ ആണ്.
അപ്പോൾ എല്ലാവരും കാണുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുകൊണ്ടും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുഞ്ഞു ബട്ടൺ ഒന്ന് അമർത്തുക, ബെല്ലൈക്കൻ. ആ ബെല്ലൈക്കൻ അമർത്തിയാലാണ് നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുള്ളൂ. ഓക്കെ. പല ആളുകളും പറയാറുണ്ട് വീഡിയോ എന്താ ഇടാറില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരാത്ത എന്തുകൊണ്ടാണ് വെച്ചാൽ നിങ്ങൾ കുഞ്ഞു ബട്ടൺ ബെല്ലൈക്കൻ അമർത്താത്തതുകൊണ്ടാണ്. അതൊന്ന് അമർത്തുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നാളേക്ക് സന്ധിക്കുമ്പോഴേക്കും ബൈ ബൈ ബൈ. ബൈ. ആ ബായ്ക്ക് എന്തോ ഒരു മന്ദപ്പ് വഴി.